ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓസ്കർ അവാർഡ്സ് അവരുടെ തന്നെ വില കളഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഇപ്പം അത് ശരിക്കും സംഭവിച്ചിരിക്കുകയാണ്. ആകെ മൂഞ്ചി തെറ്റിയിരിക്കുന്ന അവസ്ഥയിലാണ് ഓസ്കർ അവാർഡ്സ് ഇപ്പോൾ ഉള്ളത്. എല്ലാത്തിൻ്റെയും കാരണം എമീലിയ പെരസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക്കൽ മൂവിയാണ്. ഒരു മെയിൻ ട്രാൻസ് ക്യാരക്ടറൊക്കെ ഉള്ള ഒരുപാട് ഫീമെയിൽ എംപവർമെന്റിന്റെ കഥയൊക്കെ പറയുന്ന ഒരു വോക്ക് അജണ്ട ഉള്ള ഒരു സിനിമ. 13 നോമിനേഷൻ ആണ് അതിന് കിട്ടിയത്. നിങ്ങൾ ആലോചിക്കണം, അതിന്റെ മുകളിൽ 14 നോമിനേഷനാണ് ഏറ്റവും വലിയ റെക്കോർഡ്. ടൈറ്റാനിക്കിനാണത്. അതിന്റെ തൊട്ട് താഴെ 13 നോമിനേഷൻ. ഡ്യൂൺ 2 ഐസാക്കിയിട്ടാണ് എമീലിയ പെരസിന് ഈ നോമിനേഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ആലോചിക്കണം. നിങ്ങൾക്കറിയാലോ, ഈ ഓസ്കാറിന് വോട്ട് ചെയ്യണതെല്ലാം ഹോളിവുഡിലെ ആൾക്കാരാണ്. ഹോളിവുഡിലെ ആൾക്കാർ എന്ന് പറയുമ്പോൾ വോക്ക് അജണ്ടയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ. അവരെന്തായാലും എമീലിയ പെരസിനെ വോട്ട് ചെയ്ത് മുഴുവൻ അവാർഡ്സും അവർക്ക് കിട്ടും എന്നുള്ള നിലയിലാണ് മൊത്തം പണി വാളുന്നത്. ഈ എമീലിയ പെരസ് എന്നുള്ള സിനിമയിൽ ട്രാൻസ് ആയിട്ട് മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്തൊരു സോഫിയ ഗ്യാസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടിയുണ്ട്. ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള നോമിനേഷൻ വരെ ഉണ്ട് ഈ സോഫിയ ഗ്യാസ്കോൺ. ബയോളജിക്കലി മെയിലാണ്, അതുകൂടെ ആലോചിക്കണം. സോഫിയ ഗ്യാസ്കോന്റെ പണ്ടത്തെ ട്വീറ്റുകളൊന്നും എടുത്തു നോക്കിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഫുള്ള് റേസിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാ റിലീജിയസ് ആയിട്ടുള്ളവര് ബാക്കിയുള്ളവരിനൊക്കെ തെറിയാണ് സോഫിയ ഗ്യാസ്കോൺ പണ്ട് തൊട്ടേ. ഇതെല്ലാം കുത്തിപ്പൊക്കി ആൾക്കാർ കൊണ്ടുവന്നു. അപ്പൊ തന്നെ ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ നിന്ന് നെറ്റ്ഫ്ലിക്സ് ആണ് ഇവരുടെ ഈ പ്രൊമോഷനും ഡിസ്ട്രിബ്യൂഷനൊക്കെ ഈ സിനിമയിൽ ചെയ്യുന്നത്. അവര് ഈ നെറ്റ്ഫ്ലിക്സ് തന്നെ ബെസ്റ്റ് ആക്ടേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ നിന്നും സോഫിയ ഗ്യാസ്കോനെ പിൻവലിച്ചിട്ടുണ്ട്. 13 നിന്നും 12 നോമിനേഷനെ കുറഞ്ഞിട്ടുണ്ട്. വളരെ നന്നായി പോയിന്നേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല.